നമസ്കാരം. ഹരേ കൃഷ്ണ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഇന്ന് നാരായണീയം 34-ാമത്തെ ദശകത്തിലെ 5-ാമത്തെ പദ്യം കേൾക്കാം. ഈ ശ്ലോകത്തിൽ വനയാത്ര, ഗുഹസമാഗമം, ജടാവൽക്കലധാരണം, ഗംഗാതരണം, ഭരദ്വാജ ദർശനം, ചിത്രകൂട പ്രവേശം, ഇത്രയും കാര്യങ്ങളാണ് സംഗ്രഹിച്ചിരിക്കുന്നത്. താദോക്ത്യ യാതു കാമഃ, താദോക്ത്യ യാതു കാമോ വനം അനുജ വധൂ സംയുതഃ, വനമനുജ വധൂ സംയുതഃ ചാപധാരാഃ, വനമനുജ വധൂ സംയുത ചാപധാര പൗരാൻ ആരുധ്യ, പൗരാനാരുധ്യ മാർഗേ ഗുഹനിലയഗതഃ ത്വം ജടാചീരധാരി, ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരി നാവാസന്തീര്യ ഗംഗാം അധിപദവി, ഗംഗാമധിപദവി പുനസ്തം ഭരദ്വാജ ആരാത്, ഭരദ്വാജമാരാത് നത്വാ തദ്വാക്യഹേതോഃ, തദ്വാക്യഹേതോഃ അതിസുഖം അവസഃ, അതിസുഖമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ. താദോക്ത്യ യാതു കാമോ വനമനുജ വധൂ സംയുതച്ചാപധാര പൗരാനാരുധ്യമാർഗേ ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരി നാവാ സന്തീര്യ ഗംഗാമധിപദവി പുനസ്ത്വം ഭരദ്വാജമാരാത് നത്വാ തദ്വാക്യഹേതോരതിസുഖമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ. അലയോ ഭഗവാനെ, അവിടുന്ന് അച്ഛൻ്റെ വാക്ക് പാലിക്കുന്നതിനായി സീതയെയും ലക്ഷ്മണനെയും കൂട്ടി വില്ലും ധരിച്ച് വനത്തിലേക്ക് പുറപ്പെട്ടു. വഴിക്കു വെച്ച് തങ്ങളെ പിന്തുടർന്നു വന്ന പൗരജനങ്ങളെ തടഞ്ഞുകൊണ്ട് ഗുഹന്റെ വാസസ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ച് ജടാവൽക്കലങ്ങളെല്ലാം ധരിച്ച് തോണിയിൽ കയറി ഗംഗാനദി കടന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഭരദ്വാജ മഹർഷിയെ കണ്ടു വന്ദിച്ചു. മഹർഷി നിർദ്ദേശിച്ചത് പ്രകാരം ചിത്രകൂടം എന്ന വലിയ പർവ്വതത്തിൽ സുഖമായി താമസിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്നത്. അഭിഷേക വിഘ്നത്തിന് എപ്രകാരമാണ് കൈകേയി നിമിത്തമായതെന്ന് നാം മനസ്സിലാക്കി. പണ്ടൊരിക്കൽ തന്നെ വലിയൊരു ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ കൈകേയിക്ക് 2 വരങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആവശ്യപ്പെട്ടു കൊള്ളുവാൻ ദശരഥൻ പറഞ്ഞിരുന്നു. അത് എന്തു തന്നെയായാലും നിറവേറ്റിത്തരുമെന്ന് പ്രതിജ്ഞയും ചെയ്തിരുന്നു. എന്നാൽ ആ 2 വരങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ കൈകേയി ആവശ്യപ്പെടുമെന്ന് രാജാവ് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. രാജാവിൻ്റെ പ്രതിജ്ഞാലംഘനത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് കൈകേയി ആ വരങ്ങൾ നേടിയെടുക്കുന്നത്. കൈകേയിയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയല്ലാതെ ദശരഥന് വേറെ ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. രാമ, തന്നെ കൽത്തുറങ്കിലടച്ച് രാജ്യം ഭരിച്ചുകൊള്ളൂ എന്നെല്ലാം ദശരഥൻ പറയുന്നുണ്ട്. എന്നാൽ അച്ഛൻ്റെ വാക്കു പാലിക്കാനായി വനത്തിൽ പോകാൻ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് രാമൻ പറഞ്ഞത്. മാത്രമല്ല, അമ്മയായ കൈകേയിക്ക് തന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് താൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നുകൂടി പറയുകയാണ്. കാരണം രാജ്യം ഭരിക്കുക എന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ്. എന്നാൽ ഇപ്പോൾ വനത്തിൽ പോയി സുഖമായി കഴിയാനാണല്ലോ സ്നേഹാധിക്യത്താൽ കൈകേയി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ വളരെ അനായാസകരമായിട്ടാണ് ശ്രീരാമൻ പെരുമാറുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. ഏത് പ്രതികൂല സാഹചര്യം വന്നാലും തളരാതെ, പതറാതെ അതിലുള്ള നന്മയെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന് നമ്മെ മനസ്സിലാക്കി തരികയാണ്. മാത്രമല്ല, കോപം കൊണ്ട് ദശരഥനോട് പോലും ക്രുദ്ധിച്ച് സംസാരിക്കുന്ന ലക്ഷ്മണനോട് രാമായണത്തിൽ ഭഗവാൻ അതിഗംഭീരമായ ഉപദേശം ലക്ഷ്മണന് നൽകുന്നുണ്ട്. നാം ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്തിരിക്കേണ്ടതായ അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതായ കാര്യങ്ങളാണ് ലക്ഷ്മണോപദേശത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. സീതയും ലക്ഷ്മണനും തന്നോടൊപ്പം വനത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചപ്പോൾ അവരെ അതിന് അനുവദിച്ചു കൊടുത്തുകൊണ്ട് ശ്രീരാമൻ വില്ലും ധരിച്ച് ലക്ഷ്മണനെയും സീതയെയും കൂട്ടി വനത്തിലേക്ക് പുറപ്പെട്ടു. ശ്രീരാമനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തത് കൊണ്ട് അയോധ്യാവാസികൾ എല്ലാവരും അവരെ അനുഗമിച്ചു. എന്നാൽ ശ്രീരാമൻ അവരെ തടയാൻ ശ്രമിച്ചു. എങ്കിലും കുറേ ദൂരം അവരെ പിന്തുടർന്നു. അങ്ങനെ രാത്രിയായി അവർ ഒരു സ്ഥലത്ത് വിശ്രമിച്ചു.
അയോധ്യാവാസികളെല്ലാവരും നല്ല ഉറക്കമായി എന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനെയും സീതയെയും കൂട്ടി അവിടെ നിന്നും ഉൾക്കാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അവർ ചെന്നെത്തുന്നത് നിഷാദ രാജാവായ ഗുഹന്റെ വാസസ്ഥലത്താണ്. ശ്രീരാമൻ തൻ്റെ അടുക്കലേക്ക് എത്തിയത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഗുഹൻ കരുതിയത്. അങ്ങനെ ശ്രീരാമനും ഗുഹനും വലിയ സൗഹൃദത്തിലായി. അങ്ങനെ നിഷാദരാജ്യം ഭരിക്കാൻ ഗുഹൻ ശ്രീരാമനെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, അച്ഛൻ്റെ വാക്ക് പാലിക്കാനായി പുറപ്പെട്ട എനിക്ക് രാജ്യം അത് നാട്ടിലായാലും കാട്ടിലായാലും നിഷിദ്ധമാണ്. വനവാസം എന്നാൽ തികച്ചും വനവാസം തന്നെ ആവണം. അതുകൊണ്ട് തനിക്ക് ഈ ക്ഷണം സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് സ്നേഹപൂർവം ഗുഹന്റെ ക്ഷണം നിരസിക്കുകയാണ്. അങ്ങനെ ഗുഹൻ വടക്ഷീരമെല്ലാം കൊണ്ടുകൊടുത്ത് ജടാവൽക്കലങ്ങളെല്ലാം ധരിച്ച് ഗുഹന്റെ സഹായത്തോടെ തോണിയിൽ കയറി അവർ ഗംഗാനദി കടന്നു. ഗംഗാനദി കടന്ന് അവർ ചെല്ലുന്നത് ഭരദ്വാജന്റെ ആശ്രമത്തിലാണ്. അങ്ങനെ 3 പേരും ഭരദ്വാജ മഹർഷിയെ വന്ദിച്ചു. സുഖമായി താമസിക്കാൻ പറ്റിയൊരു സ്ഥലം ഏതാണ് എന്ന് ശ്രീരാമൻ ചോദിച്ചു. ഭരദ്വാജ മഹർഷി ചിത്രകൂട പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശമാണ് സുഖമായി വസിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മഹർഷി പറഞ്ഞതനുസരിച്ച് ശ്രീരാമചന്ദ്രൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ചിത്രകൂട പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്ത് സുഖമായി താമസിക്കുകയും ചെയ്തു. താതോക്ത്യായാതു കാമോ വനമനുജവധൂ സംയുതച്ചാപധാര പൗരാനാരുദ്യമാർഗേ ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരി നാവാസന്തീര്യ ഗംഗാമധിപദവി പുനസ്ത്വം ഭരദ്വാജമാരാത് നത്വാ തദ്വാക്യഹേതോരതിസുഖമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ.